തൃശൂർ കൊടകരയിലെ 43-കാരന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിന് ഗുരുതര വീഴ്ച. മരണം ഷിഗല്ല ബാധ മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടും ബന്ധുക്കളെ അറിയിച്ചില്ലെന്ന് പരാതി. ഭാര്യയും മക്കളെയും പോലും പരിശോധിച്ചിട്ടില്ല എന്നും റിപ്പോർട്ട് പുറത്തുവന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നു. ഇന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് വിളി വന്നതെന്ന് ബന്ധു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങള് മീഡിയക്കാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത്, മാപ്രാണത്തുള്ളവർ അറിഞ്ഞത്. ഇപ്പൊ ഇന്ന് ഹെൽത്തിൽ നിന്ന് ആള് വന്നിട്ടുണ്ടായി, ഡോക്ടറൊക്കെ വരുമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളോട് നിരീക്ഷണത്തിൽ ഇരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ക്വാറന്റൈനിൽ പോകാനോ മറ്റോ ഇതുവരെ പറഞ്ഞിട്ടില്ല? ഇല്ല, അപ്പൊ ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഷിഗല്ലയാണെന്നുള്ളത് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്നാ പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ശാന്തി ഹോസ്പിറ്റലിൽ നിന്നാണ് മരിച്ചത്. എന്നിട്ട് അതിന്റെ പ്രാഥമിക വിവരങ്ങളും എല്ലാം പറഞ്ഞിരുന്നു, എന്താണ് മരണകാരണം വല്ലതും പറഞ്ഞിട്ട്? ഞങ്ങൾക്ക് മരണകാരണം അറിയാത്ത കാരണമാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത്, നിർബന്ധം പിടിച്ചത്. ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ലെവിൻ കെ വിജയനുണ്ട് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. ലെവിൻ, ഇദ്ദേഹം എപ്പോഴാണ് മരണപ്പെട്ടത്, പിന്നീട് എപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്? പുറത്തു വന്നതിന് ശേഷം ഇതിപ്പോൾ ഒരു ബന്ധുവാണ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് ഇപ്പോഴും വിളി പോവുകയോ ഇതിൻ്റെ ഒരു സമ്പർക്ക പട്ടിക തയ്യാറാക്കാനോ നിലവിൽ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലേ ഇതുവരെയും? അങ്ങനെയെങ്കിൽ അതൊരു വലിയ വീഴ്ചയാണല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. കാരണം നമ്മളൊക്കെ ഷിഗല്ല എന്നുള്ളതിൽ വലിയൊരു ആശങ്കയായി തന്നെ നിലവിൽ കാണുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഊർജിതമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ വകുപ്പ് മൊത്തം, ഈ ആരോഗ്യ സംവിധാനം മുഴുവൻ. അശാമിലി, അങ്ങനെ തന്നെയാണ്. രോഗബാധ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ ഒരു മാതൃക നമ്മൾ കണ്ടതാണ്. അത് നിപ്പയാണെങ്കിലും ഷിഗല്ലയാണെങ്കിലും മറ്റ് അസുഖങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടു ശീലിച്ചതുമാണ്. പക്ഷേ അത്തരത്തിലൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഈ ഒരു സമയത്ത്, അത് പ്രത്യേകിച്ച് ഒരു മഴക്കാലമാണ്, ഷിഗല്ല ആശങ്ക വിവിധ ജില്ലകളിൽ ഏറി വരുന്നു. കോഴിക്കോടും വയനാടുമൊക്കെ നിരവധി ആളുകൾ രോഗബാധിതരാകുന്നു, ചിലർ മരണപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പാലിക്കേണ്ട ജാഗ്രതയും ആരോഗ്യ പ്രവർത്തനങ്ങളും ഒന്നും തൃശ്ശൂരിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച മരിച്ചയാളുടെ ബന്ധുവിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ 13-നാണ് ഇദ്ദേഹം തൃശ്ശൂരിലെ കൊടകര ആശുപത്രിയിൽ വെച്ച് ഈ 43 വയസ്സുകാരൻ, ഒരു വില്ലേജ് ഓഫീസ് ജീവനക്കാരനാണ്, ഇദ്ദേഹം അസുഖബാധിതനായി മരണപ്പെടുന്നത്. വയറിളക്കമായിരുന്നു ആശുപത്രിയിൽ എത്തുമ്പോഴുള്ള അസുഖം. പിന്നീട് അത് അണുബാധയുണ്ടാവുകയും മറ്റും ചെയ്തതായാണ് ആശുപത്രി അധികൃതർ ബന്ധുക്കളോട് പറഞ്ഞത്. കഴിഞ്ഞ വ്യാഴാഴ്ച 13-ാം തീയതി ഇദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് തന്നെ ബന്ധുക്കൾക്ക് അസ്വാഭാവിക മരണമെന്ന് തോന്നിയതിനാൽ അവർ തന്നെ നിർബന്ധം പിടിച്ച് ആശുപത്രി അധികൃതരോട് പോസ്റ്റ്മോർട്ടം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മൃതദേഹം എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി. അതിൻ്റെ പ്രാഥമിക വിവരങ്ങൾ ഇന്നലെയാണ് ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ലഭിക്കുന്നത്. പക്ഷേ ആ സമയം വരെയും ബന്ധുക്കളെ അറിയിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പ് അധികൃതർ അത് നേരിട്ട് ഷിഗല്ല മരണമാണെന്ന് സ്ഥിരീകരിച്ചതോടുകൂടി സംസ്ഥാന കൺട്രോൾ ബോർഡിലും മറ്റും കൺട്രോൾ സംവിധാനത്തിലും മറ്റും അറിയിക്കുകയായിരുന്നു. പക്ഷേ ബന്ധുക്കൾക്കോ ഈ ആശുപത്രിയിലോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. ഒരു ഷിഗല്ല മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത്. ഇദ്ദേഹം തൃശ്ശൂരിലെ മാപ്രാണം സ്വദേശിയാണ്. മാപ്രാണത്ത് വെച്ച് ഈ കുടുംബാംഗങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ബർത്ത്ഡേ പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് ഒന്നിച്ച് ആഹാരം കഴിക്കുകയും പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങി പങ്കിടുകയും ഒക്കെ ഇവർ ചെയ്തിരുന്നു. അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ രോഗിയുടെ ബന്ധുക്കൾ, മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾ ഈ ആരോഗ്യ വൃത്തങ്ങളോടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷിഗല്ല രോഗം മറ്റുള്ളവരിലേക്ക് കൂടി പകരാനുള്ളൊരു സാധ്യത നിലനിൽക്കുമ്പോഴും അത്തരക്കാരായിട്ടുള്ള ആളുകളോട് ഒരു പ്രത്യേക നിരീക്ഷണത്തിൽ തുടരാനോ അല്ലെങ്കിൽ ആ ബന്ധു മരിച്ചത് ഷിഗല്ല ബാധയെ തുടർന്നാണെന്നോ ജാഗ്രത പാലിക്കണമോ എന്നുള്ള നിലയിലുള്ള നിർദ്ദേശങ്ങളൊന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല. മാത്രമല്ല, ഇത് ഷിഗല്ല മരണമാണെന്ന് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഈ കുടുംബാംഗങ്ങൾ പോലും അറിയുന്നത് എന്നുള്ളത് ആരോഗ്യവകുപ്പിൻ്റെതായിട്ടുള്ള തൃശ്ശൂരിലെ സംവിധാനങ്ങളുടേതായിട്ടുള്ള വലിയ പോരായ്മയും വീഴ്ചയും ചൂണ്ടിക്കാണിക്കുന്ന സംഭവമാണ്. നമ്മൾ തൃശ്ശൂർ DMIയുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അവരൊന്നും നമുക്ക് ഫോണിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് നിലയിൽ പോകുന്നു ജില്ലയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതിന് വേണ്ടി DMOയെ വിളിച്ചാൽ ഫോണിൽ ലഭ്യമാകാത്ത സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താകും? മാധ്യമങ്ങൾ വിളിക്കുമ്പോൾ ഈ നിലയിലാണ് സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താകുമെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നതാണ്. തൃശ്ശൂർ വടക്കാഞ്ചേരി മംഗലത്തും 2 കുട്ടികൾക്ക് കഴിഞ്ഞ ദിവസമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും അത് ജനങ്ങളിലേക്ക് എത്രമാത്രം എത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തൃശ്ശൂർ മാപ്രാണത്ത് ഇപ്പോൾ 43 വയസ്സുകാരനായ ഒരാൾ മരണപ്പെടുന്നതും ഷിഗല്ല രോഗബാധിതനായി ഇദ്ദേഹം മരണപ്പെട്ടിട്ട്
ഏറെ വൈകിയതിനു ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം മാത്രം ബന്ധുക്കളെ അറിയിക്കുന്നതും ഇന്ന് മാത്രം ഇപ്പോഴും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ ആ ബന്ധുക്കളുടെ അടുത്തെത്തുകയോ വീട്ടിലെത്തി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കോ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രദേശം കേന്ദ്രീകരിച്ചിട്ടുള്ള ക്വാറന്റൈൻ അടക്കമുള്ള നടപടികളിലേക്കോ ഒന്നും കടന്നിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യ സംവിധാനത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വീഴ്ചയുടെയും രോഗപ്രതിരോധത്തിൽ ഉണ്ടായിരിക്കുന്ന പാളിച്ചകളും എടുത്തു കാട്ടുന്ന സംഭവം. ശ്യാമിലി.